എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ MPPT-യുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാലിബ്രേഷൻ അല്ലെങ്കിൽ സെറ്റപ്പിനെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്തിട്ട് കുറച്ച് നാളുകളായി, ജോലിയുടെയൊക്കെ തിരക്കായതുകൊണ്ട് ആണ് വീഡിയോ ചെയ്യാൻ സാധിക്കാഞ്ഞത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ നോക്കുന്നത് നമ്മളുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള MPPT-യുടെ കാലിബ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ മൾട്ടി വോൾട്ടേജ് ആയിട്ടുള്ള ഒരു MPPT-യുടെ മദർ ബോർഡാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു കാലിബ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു സെറ്റപ്പ് സ്വിച്ച് വേണം. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ച് നമ്മൾ ഫുള്ളായിട്ട് ഇതിനു മുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞതുകൊണ്ട് അതിലോട്ട് കടക്കുന്നില്ല. ഇതിലൊരു സെറ്റപ്പ് സ്വിച്ച് നമ്മളിവിടെ ഒരു 3 സ്വിച്ച് വെച്ചിട്ടാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. സെറ്റപ്പ് സ്വിച്ച് ഇൻവെർട്ടറിനും MPPT-ക്കൊക്കെ നമ്മൾ ഏകദേശം ഒരേ പാറ്റേണിലാണ് ഉണ്ടാക്കുന്നത്. 3 സ്വിച്ച് വെച്ചിട്ടാണ്. അപ്പോൾ 3 സ്വിച്ച് ഇവിടെ ഒരു പുഷ് സ്വിച്ചാണ് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള മൈക്രോ സ്വിച്ച് വെച്ചിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ മൈക്രോ സ്വിച്ച് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ പുഷ് സ്വിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു കാലിബ്രേഷൻ സ്വിച്ചും MPPT-യുടെ തന്നെയാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ചാർട്ട് കൂടി നോക്കാം. സെറ്റപ്പ് സ്വിച്ച് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചാർട്ടാണ് MPPT സെറ്റപ്പ് സ്വിച്ച് അല്ലെങ്കിൽ കാലിബ്രേഷൻ സ്വിച്ച്. 3 പുഷ് സ്വിച്ചാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു കണക്ഷൻ ത്രൂ ഗ്രൗണ്ടിലോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ബാക്കി ഓരോ സ്വിച്ചിൽ നിന്നും ഓരോ റെസിസ്റ്റർ ഇട്ടിട്ട് അത് സെറ്റപ്പ് ലൈനിലോട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ 2 വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സെറ്റപ്പ് സ്വിച്ച് റെഡിയായി. ഇത് 2 പിൻ സെറ്റപ്പ് സ്വിച്ച് എന്ന് പറയും. ഇതിൽ ഡൗൺ സ്വിച്ചാണ് 5K1 റെസിസ്റ്റർ ഇട്ടുള്ളത്. എൻ്റർ ബട്ടൺ 220, 2K2 അപ്പ് ബട്ടൺ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൽ നമുക്ക് കൺഫ്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇനി നമ്മളിപ്പോൾ ഇവിടെ ഇതൊരു സെറ്റപ്പ് സ്വിച്ച് ആക്റ്റീവ് ആകുമ്പോഴുള്ള ഒരു സെക്ഷൻ നോക്കാം. നമുക്ക് ഇതിൻ്റെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ സെറ്റപ്പ് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഞാനിത് മുകളിൽ വെച്ച് കാണിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബോർഡ് ഓൾമോസ്റ്റ് കാണുന്നതിന് വേണ്ടി ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. സെറ്റപ്പ് ആക്ടിവേറ്റ് ആകുമ്പോൾ തന്നെ ഇതിൻ്റെ ഫാൻ വർക്ക് ചെയ്യും. ഇപ്പോൾ ഫാൻ വർക്ക് ആയിട്ടുണ്ട്, സെറ്റപ്പ് ആക്ടിവേറ്റഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് സെറ്റപ്പിലോട്ട് എൻ്റർ ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോകാം. നമ്മളിവിടെ സെറ്റപ്പിലോട്ട് കയറിയിട്ടുണ്ട്. അതായത് സെറ്റപ്പ് സ്വിച്ചിൻ്റെ എൻ്റർ ബട്ടൺ 3, 4, 5 സെക്കൻഡ് ലോങ് പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ ഇവിടെ സെറ്റപ്പ് ആക്ടിവേഷൻ വരും. ഇതിൽ 3 LED-കളാണ് ഉള്ളത്. ഒരു LED സോളാർ ഇൻപുട്ട് വന്നതെന്നറിയാനുള്ളതും, ഒരെണ്ണം ചാർജിങ് ആക്റ്റീവ് ആയെന്നറിയാനും, ഒരെണ്ണം ഓട്ടോ സോളാർ അല്ലെങ്കിൽ ലൈവിലോട്ട് പോകാനുള്ള ഒരു ഇൻഡിക്കേറ്റർ കൂടിയാണ്. സെറ്റപ്പ് എല്ലാം ആക്ടിവേഷൻ ഫുള്ള് കഴിയുന്നത് വരെ ഈ 3 ഇൻഡിക്കേറ്ററും ഇതിന്റെ കൂളിംഗ് ഫാനും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി അടുത്തത് എൻ്റർ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ വന്നു. അതായത് ബാറ്ററി ബാങ്ക് ആണ്. ബാറ്ററി ബാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര ബാറ്ററി വെച്ചിട്ടുള്ള ഒരു സെറ്റാണ് നമ്മളിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ബാറ്ററിക്ക് അനുസരിച്ച് നമ്മളിവിടെ വോൾട്ടേജ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് മാനുവലായിട്ട് സെറ്റ് ചെയ്യുന്നതാണ്, ഓട്ടോ സെലക്ഷൻ അല്ല. അപ്പോൾ നമ്മളിവിടെ മാനുവലായിട്ട് 12 വോൾട്ടാണോ, 24 വോൾട്ടാണോ, 36 വോൾട്ടാണോ, 48 വോൾട്ടാണോ എന്നിങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ ഓൾറെഡി ഇത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചുകൊണ്ടാണ് 12 വോൾട്ട് വന്നത്. നമ്മൾ അപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ 24 അടുത്ത ബാറ്ററിയിലോട്ട് പോയി, അടുത്തത് 36 3 ബാറ്ററി, അടുത്തത് 48, അടുത്തത് 60, 72. ഇനി നമുക്ക് നോർമലി സെറ്റ് ആവുന്നതിന് വേണ്ടി 12-ൽ തന്നെ നിർത്താം. അടുത്തത് നമ്മൾ ഒന്നാമത്തെ സെറ്റപ്പ് കറക്റ്റ് ചെയ്ത ശേഷം അടുത്ത സെറ്റപ്പിലോട്ട് പോകാനായിട്ട് എൻ്റർ ബട്ടൺ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. രണ്ടാമത്തേത് ബാറ്ററി കാലിബ്രേഷൻ ആണ്. അതായത് ബാറ്ററിയിലുള്ള വോൾട്ട് മൾട്ടിമീറ്റർ വെച്ച് നോക്കിയിട്ട് ഈ ഡിസ്പ്ലേയും മൾട്ടിമീറ്ററിൽ കാണുന്ന വോൾട്ടും തമ്മിൽ കാലിബ്രേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ അത് സെറ്റ് ആക്കുക. അപ്പ് ബട്ടൺ അടിച്ച് നമുക്ക് കൂട്ടുക കുറയ്ക്കുക എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് സെറ്റ് ചെയ്തേക്കണോണ്ട് 12 വോൾട്ടാണ്. നമ്മളിത് അപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വോൾട്ടേജ് കൂടും. അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ സോളാർ വോൾട്ട് കാലിബ്രേഷനാണ് വന്നിരിക്കുന്നത്. ബാറ്ററി കാലിബ്രേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് സോളാർ കാലിബ്രേഷൻ. സോളാർ വോൾട്ട് ഇവിടെ കൊടുത്തു കഴിയുമ്പോൾ അതിലുള്ള വോൾട്ട് എത്രയാണോ അത് ഈ ഡിസ്പ്ലേയിൽ വരുന്നതും തമ്മിൽ മാച്ച് ആക്കുക. അതാണ് കാലിബ്രേഷൻ. അടുത്തത് SMBS ഓപ്ഷനാണ്. SMBS ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SMBS-ന്റെ ഔട്ട് വരുന്ന വോൾട്ടേജ് ഇതിൽ മെൻഷൻ ചെയ്യുന്നു എന്നത് മാത്രമാണ്. അതായത് ഇപ്പോൾ നമുക്ക് ഈ SMBS-ന്റെ ഔട്ട് വരുന്നത് 13.3 ആണ്. അപ്പോൾ നമുക്കിതിൽ വേണ്ടത് ഏകദേശം 12 വോൾട്ടിനും 15 വോൾട്ടിനും ഇടയിലുള്ള വോൾട്ട്, ഇല്ലെങ്കിൽ മാക്സിമം 15 വോൾട്ട്, ഇല്ലെങ്കിൽ മിനിമം 12 വോൾട്ടെങ്കിലും വേണം നമ്മളുടെ ഈ യൂണിറ്റ് ഫ്രഷ് ആയിട്ട് വർക്ക് ചെയ്യാൻ. അപ്പോൾ നമുക്ക് 12 വോൾട്ട് കൃത്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഫാനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഡ്രോപ്പ് വരുന്നതുകൊണ്ടാണ് നമ്മൾ വോൾട്ടേജ് ലേശം കയറ്റി വെച്ച് കൊടുത്തിരിക്കുന്നത്. സെറ്റപ്പ് സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഇതിൽ ഒന്നും മാറ്റം വരുത്താൻ പറ്റില്ല. നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നതാണ്, ബോർഡിലുള്ള വോൾട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നു എന്ന് മാത്രം. അടുത്തതായിട്ട് 5ാമത്തെ ഓപ്ഷനാണ് HES0. ഇതിൽ 0.3 ആണ്. അപ്പോൾ ഇത് അപ്പ് ബട്ടൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 5, 6 ഇങ്ങനെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് 0.3. HES0 എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ രാവിലത്തെ സമയം, അതായത് സൂര്യൻ ഉദിച്ചു വരുന്ന സമയം നമുക്കിവിടെ ഈ സോളാർ ലൈറ്റ് ഡിറ്റക്റ്റ് ചെയ്യും. അതായത് സോളാർ പാനൽ ആക്റ്റീവ് ആണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഡിറ്റക്റ്റ് ചെയ്തിട്ടുണ്ടാകും. ഡിറ്റക്റ്റ് ചെയ്യുമ്പോൾ തന്നെ ചാർജ് ലൈറ്റായ
റെഡും കത്തിയിട്ടുണ്ടാവും. നമ്മളിവിടെ ചാർജ് ലൈറ്റ് റെഡും സോളാർ യെല്ലോ കളറുമാണ് തെളിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ചാർജിങ് നടന്ന് തുടങ്ങിയിട്ടുണ്ടാവില്ലായിരിക്കും രാവിലെ തന്നെ. പക്ഷെ നമുക്ക് രാവിലെ ഒരു കുറച്ച് വെയിൽ പതിയെ ആകുമ്പോൾ തന്നെ ചാർജിങ് ഓട്ടോമാറ്റിക്കായിട്ട് തുടങ്ങിയിരിക്കും. പക്ഷേ ഈ ഡിസ്പ്ലേയിൽ ചിലപ്പോൾ അത് കാണിക്കില്ല. കാരണം 1/2 ആംപിയറോ 1 ആംപിയറോ ഒക്കെ ആണെങ്കിൽ ഡിസ്പ്ലേയിൽ അത് കാണിക്കില്ല. അപ്പോൾ 1 ആംപിയറോ 2 ആംപിയറോ ഒക്കെ കഴിഞ്ഞ ശേഷമായിരിക്കും ഇതിൽ കാണിക്കാൻ തുടങ്ങുന്നത്. അത് കാണിക്കാൻ തുടങ്ങുന്നത് നമുക്ക് ഏറ്റവും സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ S0 മാക്സിമം കുറച്ചിടാം. അപ്പോൾ ക്ലാമ്പ് മീറ്ററിൽ എത്ര ആംപിയറാണ് വരുന്നത് ആ ആംപിയർ ഇവിടെ കാണിച്ചില്ലെങ്കിൽ നമുക്ക് S0 വളരെ ലോ ആക്കി കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ S0 ഡിസ്പ്ലേയിൽ എത്ര ആംപിയർ ആണോ ആ ആംപിയർ ഇവിടെ നമുക്ക് മെൻഷൻ ചെയ്ത് കാണിക്കുന്നതാണ്. അടുത്തതായിട്ട് ഹെസ്പാൻ ആണ്. ഇവിടെ ഹെസ്പാൻ 200 ഇട്ടിരിക്കുന്നത്. ഹെസ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഹെസ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആംബിയർ, അതായത് നമ്മൾ DC ക്ലാമ്പ് മീറ്റർ ഇട്ട് ബാറ്ററിയിലോട്ട് പോകുന്ന വയറിൽ ക്ലാമ്പ് മീറ്റർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ എത്ര ആംബിയർ MPPT പോകുന്നുണ്ട് ആ ആംബിയർ തന്നെയാണോ ഇവിടെ ഷോ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കുന്നതിന് വേണ്ടിയാണ് ഈ എസ്പാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് 2 ആംപിയർ ആയിരിക്കും ബാറ്ററിയിലോട്ട് പോകുന്നത്. എസ്പാൻ അങ്ങോട്ട് ഒരുപാട് കൂടിക്കിടക്കുകയാണെങ്കിൽ ഇതിന്റെ വാല്യൂ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ 2 ആംപിയർ പോകുന്ന സാധനത്തെ ചിലപ്പോൾ LCDയിൽ ഷോ ചെയ്യുന്നത് 3 ആംപിയറോ 4 ആംപിയറോ ഒക്കെ ആയിരിക്കുള്ളൂ. അതേപോലെ ഈ എസ്പാൻ ഒരുപാട് ഉയർത്തിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 ആംപിയർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവിടെ 10 ആംപിയർ അതൊക്കെ കാണിക്കും. അത് നിങ്ങൾ എസ്പാൻ്റെ വാല്യൂ അഡ്ജസ്റ്റ് ചെയ്തു ക്ലാമ്പ് മീറ്ററിൽ കാണുന്നത് വരുന്നത് വരെ അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ചെയ്യേണ്ടതാണ്. അതാണ് എസ്പാൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അടുത്തത് 7ാമത്തെ ഓപ്ഷനായ കറണ്ട് സെലക്ഷൻ ആണ്. എത്ര ആംപിയറിന്റെ MPPT ബോർഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മളിവിടെ സിംഗിൾ ടൊറോയിഡ് 3 വെച്ചപ്പോൾ നമുക്ക് 40 ആംപിയർ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇനി നിങ്ങളിത് 2 ടൊറോയിഡ് ആണ് വെച്ചിരിക്കുന്നത്. ഒരു ടൊറോയിഡ് ഒഴിവാക്കിയാൽ 30 ആംപിയർ എന്നുള്ള സെക്ഷനിലോട്ട് കൊണ്ടുവരാം. 30 ആംപിയർ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ 40 മൈനസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നേരെ താഴ്ത്തോട്ട് പോകുന്നതാണ്. 3 ടൊറോയിഡ് ഡബിൾ വെച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിവിടെ 60 ആംപിയർ സെറ്റാക്കാം. അപ്പോൾ ഇവിടെ 60 ആംപിയർ നമ്മളിവിടെ കൊണ്ടുവരേണ്ടത് കറണ്ട് സെലക്ഷനിൽ മാക്സിമം വരുന്നതാണ് 60 ആംപിയർ. ഇനിയിപ്പോൾ നമ്മൾ സിംഗിൾ ബാറ്ററി കൊണ്ട് നമുക്കിത് നേരെ 40 തന്നെ കൊണ്ടുവരാം. നമ്മളിത് 40 ആംപിയറിനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ 50 ആംപിയർ ഉണ്ട്. 50 ആംപിയർ നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നത് കോയില് കമ്പിയുടെ വണ്ണം കുറച്ച് കൂട്ടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് 50 ആംപിയർ ആക്കാം. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോകാം. ബാറ്ററി ഫ്ലച്ച് 14. അപ്പോൾ നമ്മളിവിടെ ബാറ്ററിയുടെ ഫുൾ ചാർജ് കട്ട് ഓഫ് ആണ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ 14 സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബാറ്ററിയുടെ വോൾട്ടേജ്, അതായത് ചാർജ് ചെയ്യുന്ന വോൾട്ടേജ് 14.2 നിങ്ങൾക്ക് അതെങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. നമ്മളിവിടെ ഇപ്പോൾ ഒരു ബാറ്ററിയുടെ കണക്കനുസരിച്ച് ഇത് 14.2 ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് 14.2 ആകുമ്പോൾ MPPT ചാർജിങ് സെക്ഷൻ ഓഫ് ആക്കുന്നതാണ്. ഇനി അടുത്തതിലോട്ട് പോകാം. VOC മാക്സ് ആണ്. അതായത് എത്ര VOC പാനലിൽ നിന്നും വരുന്ന വോൾട്ടേജ് എത്ര ഇതിലോട്ട് കണക്ട് ചെയ്യാം എന്നതാണ്. സാധാരണ ഒരു പാനലിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഓപ്പൺ സർക്യൂട്ട് വോൾട്ട് 42 ഇല്ലെങ്കിൽ 44, 45 അങ്ങനെ പോകുന്നു. 50 വോൾട്ടിൽ താഴെ ആയിരിക്കുള്ളൂ എന്തായാലും. അത് ലോഡ് വരുമ്പോൾ ആ വോൾട്ടേജ് കുറഞ്ഞിട്ട് ഒരു 30-35 വോൾട്ടിലേക്ക് ആയിരിക്കും ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ വോൾട്ടേജ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ മാക്സിമം വോൾട്ടേജ് അതിൽ എഴുതിയിരിക്കുന്നത് ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് എത്രയാണോ ആ വോൾട്ടേജാണ് ഇവിടെ നമ്മൾക്ക് സെറ്റ് ചെയ്യാവുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഇതിലിട്ടിരിക്കുന്ന മോസ്ഫെറ്റിൻ്റെ വോൾട്ടേജ് നമ്മൾ കണക്കാക്കിയിട്ട് വേണം ഈ VOC സെറ്റ് ചെയ്യാനായിട്ട്. ഇതിലിട്ടിരിക്കുന്ന മോസ്ഫെറ്റും ഡയോഡും നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഇതിപ്പോൾ 12 വോൾട്ട് ആയതുകൊണ്ട് ഇതിൽ മോസ്ഫെറ്റ് ഇട്ടിരിക്കുന്നത് 100 വോൾട്ടിൻ്റെതാണ്. അപ്പോൾ ഇതിൽ മാക്സിമം വരുന്നത് 100 അപ്പോൾ 100 നമ്മൾ ലിമിറ്റിൽ വെക്കാണ്ട് 90 വെച്ചിരിക്കുകയാണ്. അപ്പോൾ 90 വെച്ചതുകൊണ്ട് നമുക്ക് 90 കഴിഞ്ഞ് 92, 93 കഴിയുമ്പോഴത്തേക്കും ഇത് ഹൈ വോൾട്ടേജ് കാണിക്കും. VOC എന്ന് പറഞ്ഞാൽ അത്രയാണ്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തതായിട്ട് റിലേ മിനിമം ആണ്. റിലേ മിനിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ ഒരു MPPT റിസർവ് മോഡിലോട്ട് പോകേണ്ടത്, അതായത് ഹൈബ്രിഡ് ഓഫ് ആക്കുന്ന ഈ റിലേ ഓഫ് ആക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഫുൾ ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ റിലേ ഓണായിട്ട് നമ്മൾ KCB തടസ്സപ്പെടുത്തിയിടുകയാണ്. ആ തടസ്സപ്പെടുത്തിയിടുന്നത് ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയിൽ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് KCBയിലോട്ട് പോകണം. അതാണ് ഇവിടെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇതിൽ 11 വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 11.5 എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം. 10 വോൾട്ടാണ് ഇതിൻ്റെ കട്ട് ഓഫ് എങ്കിലും 1 വോൾട്ട് നമുക്ക് റിസർവ് ആയിട്ട് വെച്ചിട്ട് 11 വോൾട്ടിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ അത്രയും സമയം നമുക്ക് KCBയിൽ നിന്ന് എടുക്കാതെ ലൈവായിട്ട് തന്നെ അല്ലെങ്കിൽ MPPT വഴി തന്നെ വർക്കാവും. ഞാൻ അടുത്ത സെക്ഷനിലോട്ട് പോകാം. റിലേ മാക്സ് ആണ്. റിലേ മാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ഈ റിലേ കോണ്ടാക്ട് ആകുന്നത്, അതായത് ഫുൾ ചാർജ് ആയ ശേഷം നമുക്ക് ലൈവിലോട്ട് പോകുന്നത്, KCBയിൽ നിന്ന് വിടുന്നതാണ്. അപ്പോൾ ആ ഗ്രിഡിൽ നിന്ന് വിടുന്ന ഒരു വോൾട്ടേജ് നമ്മളിവിടെ സെറ്റ് ചെയ്യുന്നു. 14.2 ഫുൾ ചാർജ് കട്ട് ഓഫ് എങ്കിലും നമ്മളത്
അത്രയും വെയിറ്റ് ചെയ്യാണ്ട് ആ 14 വോൾട്ട് എത്തുമ്പോൾ കോണ്ടാക്റ്റ് ആകാൻ വേണ്ടിയാണ് 14 വോൾട്ടിൽ വെച്ചിരിക്കുന്നത്. അത് നമ്മളുടെ ചോയ്സിനനുസരിച്ച് മാറ്റം വരുത്താം. 13.8 ഒക്കെ വേണമെങ്കിൽ വെക്കണമെങ്കിൽ വെക്കാം. ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് 14 ഇനി അടുത്തത് കിലോ വാട്ട് സെലക്ഷൻ ആണ്. കിലോ വാട്ട് സെലക്ഷൻ നമ്മൾ ഇവിടെ 1.0 ആണ് ഇത് ഡിഫോൾട്ട് വരുന്നത്. 1.0 വരെ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ അവിടെ 0 മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നമ്മളിത് സാധാരണ പ്രോഗ്രാം ഒന്നും കാലിബ്രേഷൻ ചെയ്യാത്തതാണെങ്കിൽ ഇത് 5 കിലോ വാട്ടൊക്കെ ആയിരിക്കും ഇവിടെ കാണുന്നത്. അത് നമ്മൾ കുറച്ചിട്ട് ഏറ്റവും മാക്സിമം കുറവിലിടുക. ഇത് താഴത്തോട്ട് മൈനസ് അടിച്ചു കഴിഞ്ഞാൽ താഴത്തോട്ട് പോകില്ല, പ്ലസ് അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ മാക്സിമം കുറച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് 1.0 സെറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിലോ വാട്ട് സെലക്ഷൻ 0യിൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ലാസ്റ്റത്തെ ഓപ്ഷനാണിത് ഓട്ടോ ഇ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിസ്റ്റം വർക്ക് ചെയ്യാനുള്ള സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഫങ്ഷനാണ്. ഇത് 1x ഉണ്ട്, അതേപോലെ 2x ഉണ്ട്. അപ്പോൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് 1x ആണ് കിടക്കുന്നത്. ആ സിസ്റ്റം നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് 1x. അപ്പോൾ നമുക്ക് ആ ഒരു 1xൽ തന്നെ ഈ ഒരു സെറ്റപ്പ് കൊടുക്കാവുന്നതാണ്. ഇത്രയും ഉള്ളൂ ഈ കാലിബ്രേഷൻ സെറ്റപ്പ്. വളരെ സിമ്പിളായിട്ടുള്ളതാണ്. 13 ഓപ്ഷനേ ഉള്ളൂ. 13 ഓപ്ഷനിൽ ഒരു 10 ഓപ്ഷനായിരിക്കും നമുക്ക് ചെയ്യാനുണ്ടാവുക. ബാക്കിയൊക്കെ ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്തതെല്ലാം സേവ് ആകണമെന്നുണ്ടെങ്കിൽ എൻ്റർ ബട്ടൺ ഒന്നുകൂടി പ്രസ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സേവായിട്ട് സ്റ്റാർട്ടിങ്ങിലോട്ട് വരും. സ്റ്റാർട്ടിങ്ങിൽ നമ്മളിവിടെ കണ്ടത് ബിഗിനിങ് എന്നാണ്. പല MPPTകളും ഈ ബോർഡിൽ പലരും ഉണ്ടാക്കുന്നത് ചിലപ്പോൾ ആ ബിഗിനിങ് എന്നുള്ളത് സ്റ്റാർട്ടിങ് എന്ന് ചിലപ്പോൾ ഉണ്ടാകും, അല്ലെങ്കിൽ ഇനിഷ്യലൈസിങ് എന്നുണ്ടാകും. പല ഇത് നമുക്ക് ഇതിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എഡിറ്റ് ചെയ്തിട്ട് ബിഗിനിങ് എന്നാക്കിയാണ്, തുടങ്ങുന്നു എന്നുള്ള ഒരു ഓപ്ഷൻ ആക്കിയേക്കണേ. ബാക്കി എല്ലാം നമുക്കിത് എഡിറ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇതിൽ ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ പേരാണ്. ഈ യൂണിറ്റിനടുത്തും സോളാർ പവർ MPPT, അതായത് സോളാർ, അടുത്തത് സോളാർ വോൾട്ട്, അടുത്തത് ബാറ്ററി വോൾട്ട്, അടുത്തത് ചാർജിങ് ആംബിയർ, അടുത്തത് ടോട്ടൽ കിലോ വാട്ട്. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തത് 1.0 ഇവിടെ 0.0 തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്രയും ഈ 4-5 ഓപ്ഷൻ ഇങ്ങനെ റൗണ്ട് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഈ MPPTയുടെ ഒരു പ്രത്യേകത. ഇനി നമ്മൾ സെറ്റപ്പിൽ കയറുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റപ്പ് ആക്ടിവേറ്റ് ആവും. ആക്ടിവേറ്റ് ആയ ശേഷം നമ്മളിതിൽ ഒന്നും ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം കഴിയുമ്പോൾ, ചിലപ്പോൾ 1 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഇത് വീണ്ടും ബിഗിനിങ്ങിലോട്ട് പോകും. അപ്പോൾ ബിഗിനിങ്ങിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും സെറ്റപ്പിൽ കയറണമെങ്കിൽ അതേപോലെ എൻ്റർ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ മതി, വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇത്രയുമാണ് ഈ MPPTയുടെ കാലിബ്രേഷൻ വിശദമായിട്ടുള്ള ഒരു സെറ്റപ്പ് വിവരങ്ങൾ. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. വീണ്ടും മറ്റൊരു ടെക്നിക്കൽ വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.